ഹലോ, ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തക്കുടുവിന് ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് അവന് ഗീ റൈസാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം പട്ട, കറാമ്പൂ, ഏലക്ക ഇട്ടിട്ടൊന്ന് ചൂടാക്കുക. പിന്നീട് ഒരു അല്ലി വെളുത്തുള്ളി റൗണ്ടായിട്ട് അരിഞ്ഞത്, പിന്നീട് അര സവോള, ആവശ്യത്തിന് ക്യാരറ്റും എടുത്തിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. നമ്മൾ അര ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അവന് മാത്രം മതി തക്കുടുവിന്, അതുകൊണ്ട് അര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി നന്നായിട്ട് 2 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ അരി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അര ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറക്കാം. നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലഞ്ച് ബോക്സിനകത്ത് വെക്കുമ്പോൾ നമ്മളൊന്ന് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ തക്കുടുവിന് കൊടുക്കുന്നത് എഗ്ഗ് ദോശയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മാവ് ഒഴിച്ചു, അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് 2 പറ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ മുഴുവനൊന്നും കഴിക്കില്ല, പകുതിയേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മളതാണ് അതിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് തക്കുടുവിന് കൊടുക്കുന്നത്. സ്നാക്സായിട്ട് ആപ്പിളും ഡ്രൈ ഫ്രൂട്ട്സും ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആപ്പിള് അതേപോലെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, പകുതി നമ്മൾ ലഞ്ചിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ലഞ്ച് ബോക്സിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ റെഡിയാക്കി. അതിന് ശേഷം കേട്ടോ ഞാൻ തക്കുടുവിനെ വിളിക്കുക. സമയം 7 മണിയാകുമ്പോഴാണ് കേട്ടോ അവനെ വിളിക്കാറ്. ഇപ്പോൾ 2 പേരും നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ അവനെ വിളിച്ചത് വായൊക്കെ കഴുകിയിട്ട് 1 ഗ്ലാസ് പാല് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് അവൻ സ്പ്രേ അടിക്കാൻ കേട്ടോ. അവൻ എപ്പോഴും കളർ ഡ്രസ്സ് ഇട്ടാൽ അപ്പോൾ അവന് സ്പ്രേ അടിക്കണം കേട്ടോ, അത് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ കൊടുത്തത്. അപ്പോൾ അവൻ എപ്പോഴും ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫോൺ നോക്കിയിട്ടാണ് ഫുഡ് കഴിക്കുകയുള്ളൂ കേട്ടോ രാവിലെ. അപ്പോൾ അതാ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. വീഡിയോയ്ക്ക് പോസൊന്നും ചെയ്യണ്ടായിരുന്നില്ല, എന്നാലും ഫോൺ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോസ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി. ഇന്ന് വൈറ്റ് ഡേ ആണ് കേട്ടോ തക്കുടുവിൻ്റെ സ്കൂളിൽ. അപ്പോൾ നമ്മളൊരു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ റെഡിയായി പുറത്തോട്ട് വരികയാണ് കേട്ടോ. എപ്പോഴും പപ്പയാണ് അവനെ കൊണ്ടാക്കാൻ പോവുക. ഇന്ന് പപ്പ അമ്പലത്തിൽ പോയതുകൊണ്ട് ഞാനാണ് കേട്ടോ കൊണ്ടാക്കാൻ പോയത്. ഇതാണ് നമ്മുടെ റോഡ്. വണ്ടി ഉള്ളിലോട്ട് വരില്ല, അതുകൊണ്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ പോവാൻ. സ്കൂൾ വണ്ടി വരാത്തത് കുട്ടികളുള്ളത് കാരണമാണ് കേട്ടോ ക്രോസ് ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ട്. ഓട്ടോയും കാറൊക്കെ ഉള്ളിലോട്ട് വരും കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ എപ്പോഴും തിരക്കുണ്ടാവില്ല കേട്ടോ, കാരണം 7:55 വണ്ടി വരുന്നത്. ആ ടൈമിലൊന്നും റോഡിലധികം തിരക്കുണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ വേഗം റോഡ് ക്രോസ് ചെയ്തു കേട്ടോ. ഇതാണ് നമ്മുടെ വാസോട്ടൻ്റെ കട. വാസോട്ടൻ ഇന്ന് തുറന്നിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഈ ടൈമിൽ തുറക്കുന്നതാണ്. ഇന്ന് തുറന്നിട്ടില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തു കേട്ടോ ചെറുതായിട്ട്. തക്കുടുവിൻ്റെ വണ്ടി 7:55 കേട്ടോ വരിക. അപ്പോൾ അതാ വണ്ടി വന്നു, അവനെ നമ്മളത് കയറ്റി വിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ അന്ന് തക്കുടുവിൻ്റെ സ്കൂളിൽ വൈറ്റ് ഡേ ആയതുകൊണ്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് തക്കുടുവിൻ്റെ. വൈറ്റ് ഡേ ആയിട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ. അത് ചിൽഡ്രൻസ് ഡേ കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. അപ്പോൾ ആറും ഉറങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ അവൾ അത് ഇരിക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ നല്ല ഉറക്കമാണ്, അതുകൊണ്ടാണ് നമ്മളൊരു മോർണിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.